നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നല്ല മഴയാണ്. ഇന്ന് ഒരു സ്പെഷ്യൽ യാത്രയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ജീവനക്കാരുടെ കഠിനാധ്വാനം കൊണ്ടും യാത്രക്കാരുടെ നല്ല സഹകരണം കൊണ്ടും ഹിറ്റായി മാറിയിട്ടുള്ള ഒരുപാട് KSRTC ബസ് സർവീസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലത്തെ ഒരു സർവീസിലുള്ള യാത്രയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നൊരു പ്രത്യേകത കൂടെയുള്ളതെന്ന് വെച്ചാൽ ഇന്ന് ആ ബസ്സിൻ്റെ അതായത് ആ സർവീസിൻ്റെ രണ്ടാമത്തെ പിറന്നാളാണ്. അപ്പോൾ ആ പിറന്നാളോടൊപ്പമാണ് നമ്മുടെ യാത്ര. ചാലക്കുടിയിൽ നിന്നും സുൽത്താൻ ബത്തേരിക്ക് സർവീസ് നടത്തുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് ഈ പറഞ്ഞ കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും ബസ്സിൻ്റെ ആ ആഘോഷ പരിപാടിയിലേക്ക്, അവരുടെ രണ്ടാം പിറന്നാൾ ആഘോഷ പരിപാടിക്ക് അടക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ്. നമുക്ക് ബസ്സിനെ കാത്തു നിൽക്കാം. ബസ് ഒരു 10 മിനിറ്റിനുള്ളിൽ വരും. ജൂലൈ 28 സർവീസ് ആരംഭിച്ച ചാലക്കുടി സുൽത്താൻ ബത്തേരി ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഉദ്ഘാടനത്തിന് 1 മാസത്തിന് ശേഷം സമയക്രമം പുതുക്കി ഓടിത്തുടങ്ങിയതോടെയാണ് സക്സസ് ആയി മാറുന്നത്. അതിനിടെ യാത്രക്കിടയിൽ പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ച് അത്യാസന്ന നിലയിലായ ഒരു യാത്രക്കാരന് കൃത്യസമയത്ത് വൈദ്യസഹായം എത്തിച്ച് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതോടെ അദ്ദേഹത്തിന്റെ നാടായ പന്തല്ലൂരുകാർക്ക് ജീവനക്കാർ പ്രിയപ്പെട്ടവരും ബസ് അവർക്ക് അവരുടെ മയിൽവാഹനവുമായി മാറി. തുടർന്ന് പന്തല്ലൂരിലെ സ്വീകരണവും ഗംഭീരമായ 1ാം പിറന്നാൾ ആഘോഷവും കടന്നാണ് ഈ സർവീസ് ഇപ്പോൾ 2ാം വർഷത്തേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ 7:30 ചാലക്കുടിയിൽ നിന്നും പുറപ്പെട്ട് തൃശൂർ, ഷൊർണൂർ, പട്ടാമ്പി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, വഴിക്കടവ്, നാടുകാണി, പന്തല്ലൂർ വഴി സുൽത്താൻ ബത്തേരി എത്തി വൈകിട്ട് 5 ബത്തേരിയിൽ നിന്നും മടക്കയാത്ര ആരംഭിച്ച് സെയിം റൂട്ടിലൂടെ തിരിച്ച് ചാലക്കുടിയിലെത്തുന്ന ഈ ബസ് സർവീസ് നീലഗിരി കുന്നുകളുടെ മനോഹരമായ കാഴ്ചകളിലൂടെ പോകുന്നതുകൊണ്ട് സഞ്ചാരികൾക്കും പ്രിയപ്പെട്ടതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളിൽ ഈ ബസ്സിലെ എൻ്റെ ഫസ്റ്റ് യാത്രയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാൻ മറക്കണ്ട. ആ യാത്രയോട് കൂടിയാണ് കണ്ടക്ടർ ഡോൾബി സാറുമായും തുടർന്ന് ദീപക് ബ്രോയുമായും പരിചയപ്പെടുന്നതും അവർ ഈ ആഘോഷയാത്രയ്ക്ക് എന്നെ ക്ഷണിക്കുന്നതും. എല്ലാ മാന്യ യാത്രക്കാരുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ അനുവാദത്തോടുകൂടി നിങ്ങളുടെ വിലപ്പെട്ട 2 മിനിറ്റ് ഞാൻ കടമെടുക്കുകയാണ്. വേറെ ഒന്നുകൊണ്ടല്ല, ചാലക്കുടിയുടെ മയിൽവാഹനം എന്ന ഓമന പേരുള്ള സുൽത്താൻ ബത്തേരി സർവീസ് ആരംഭിച്ചിട്ട് ഇന്നേക്ക് 2 വർഷം തികയാണ്. അപ്പം നമ്മുടെ വണ്ടിയിലെ സ്ഥിരം യാത്രക്കാരും ജീവനക്കാരും സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ഏറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഈ നിമിഷം ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ അതിലേറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ഔദ്യോഗിക ചടങ്ങ് ഉദ്ഘാടനമായിട്ട് നമ്മളൊരു കേക്ക് മുറിച്ച് നമ്മൾ ഉദ്ഘാടനം നടത്താണ്. അതിന് നമ്മുടെ ബസ്സിലെ നമ്മുടെ പട്ടാമ്പിയിലെ ജോയിന്റ് RTO രാജു സാറ് നമ്മുടെ ഒപ്പമുണ്ട്. രാജു സാറിനെ ഏറെ സ്നേഹത്തോടെ അതിലേറെ ആദരവോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. എല്ലാവരും കൈയടിക്കുക. നമ്മുടെ അഭിക്കൊരു വേഷം വെച്ച് കൊടുക്കാം. ചടങ്ങ് ഉദ്ഘാടനം നടത്തും. നമ്മുടെ സാരഥി അഭിലാഷിന് കേക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഒരു കഷ്ണം ദീപക്കിനും കൂടി കൊടുത്തിട്ട് ബാക്കി ഇനി മുറിച്ച് എല്ലാവർക്കും അഭിയായിരിക്കോ അത് മുറിച്ച് എല്ലാവർക്കും കൊടുക്കും കേട്ടോ. സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെയാണ് നൽകിയ 2 വരി പാട്ട് നിങ്ങൾക്ക് വേണ്ടി. തക്കാളി കവിളിൽ ഞാൻ തൊട്ടപ്പോൾ അവളുടെ മൂക്കിലെന്റെ വിരലുകൾ കൊണ്ടു. തക്കാളി കവിളിൽ ഞാൻ തൊട്ടപ്പോൾ അവളുടെ മൂക്കിലെന്റെ വിരലുകൾ കൊണ്ടു. കൂർക്ക പോലുള്ളവളുടെ കണ്ണുകളിൽ ഞാൻ വഴുതനങ്ങ മിനുസമുള്ള ഗ്ലേസിംഗ് കണ്ടു.
തക്കാളി കവിളിൽ ഞാൻ തൊട്ടപ്പോൾ അവളുടെ മൂക്കിലെന്റെ വിരലുകൾ കൊണ്ടു. തലമുടി ചേന പോലെ കുട്ടപ്പ് ചെയ്തു, കോളിഫ്ലവർ പോലെ മുല്ലപ്പൂ ചൂടി. തലമുടി ചേന പോലെ കുട്ടപ്പ് ചെയ്തു, കോളിഫ്ലവർ പോലെ മുല്ലപ്പൂ ചൂടി. ബീൻസ് പോലുള്ളൊരു സ്ലൈഡിന്റെ മുകളിലായി ബീട്രൂട്ട് പോലൊരു ഫ്ലവർ ഉണ്ട്, ബീട്രൂട്ട് പോലൊരു ഫ്ലവർ ഉണ്ട്. തക്കാളി കവിളിൽ ഞാൻ തൊട്ടപ്പോൾ അവളുടെ മൂക്കിലെന്റെ വിരലുകൾ കൊണ്ടു. തക്കാളി കവിളിൽ ഞാൻ തൊട്ടപ്പോൾ അവളുടെ മൂക്കിലെന്റെ വിരലുകൾ കൊണ്ടു. പൂക്കളല്ലേ പെണ്ണേ നീ എന്റെ സ്വന്തമല്ലേ, പെണ്ണേ നീ എന്റെ സ്വന്തമല്ലേ. സ്വന്തം വണ്ടി പോലെ നിൽക്കണ ഒരു വണ്ടിയായ കാരണം പ്രിയപ്പെട്ടതിന് ഇപ്പൊ പ്രിയദർശനൊക്കെ ഉണ്ടായിട്ടും എനിക്ക്, പക്ഷെ അതിൽ പോവാണ്ട് വെറുതെ 89 രൂപ കൊടുത്ത് ഇതിൽ തന്നെ കയറും. ഒന്നാമത്തെ ആള് ഡോട്ട് സ്റ്റേഷൻ പോട്ടെ, നിലനിന്ന് പോട്ടെ, മൂന്നാമത്തെ അതിനെ വിസ്തരിക്കുക. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മുടെ വണ്ടിയിലുള്ള എല്ലാ യാത്രക്കാരും ആദ്യം ചോദിച്ചെന്താ അറിയാം, ഡോൾബി ചേട്ടൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഇന്നത്തെ പരിപാടി ഗംഭീരമാക്കാൻ സഹകരിച്ച എല്ലാ മാന്യയാത്രക്കാർക്കും ഏറെ സ്നേഹത്തോടെ അതിലേറെ സന്തോഷത്തോടെ ചാലക്കുടി KSRTCയുടെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ ഈ 2 വർഷം കുതിച്ചും കിതച്ചും ഈ സർവീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേർക്കിടെ കഠിനാധ്വാനമുണ്ട് ഈ സർവീസ് ഇങ്ങനെ നിലനിന്ന് പോണേൽ. അതിൽ ഏറ്റവും ആദ്യം നന്ദി പറയേണ്ട ഒരു വ്യക്തിത്വം നമ്മുടെ വണ്ടിയിലുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് ദീപക്, പാസഞ്ചർ ഫോറം പ്രസിഡന്റാണ്. ഒരു ജ്വല്ലറിയിൽ ജോലിയുള്ളവൻ രാത്രി 12 മണി വരെ ഈ യാത്രക്കാർക്ക് അപ്ഡേഷനാണ്. രാവിലെ വണ്ടി 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ രാത്രി 12 മണി വരെ ഇതിലെ യാത്രക്കാർക്ക് അപ്ഡേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും ആത്മാർത്ഥമായ ഒരു വ്യക്തിയാണ് ദീപക്. ദീപകിനെ ഏറ്റവും സ്നേഹത്തോടെ നിറഞ്ഞ മനസ്സോടെ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. ഈ പ്രോഗ്രാം വിജയമാക്കാൻ എത്തിച്ചെന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കിട്ടിയില്ലേ? കിട്ടി, അത് പരിഹരിച്ചു. നമ്മുടെ സ്റ്റാഫാണ്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമാണ്. അതിൽ എടുത്തു കൊടുക്കായിരുന്നോടാ. അതെ, ഈ ഒരു സർവീസ് നിലനിർത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ബത്തേരിയിൽ നിന്നും കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽ നഗരമായ ഷൊർണൂർ വഴി തൃശ്ശൂരിലേക്കുള്ള ലാസ്റ്റ് ബസ്സായ, നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള രാജറാണി എക്സ്പ്രസിന് കണക്ഷൻ ബസ്സായ ഈ സർവീസിന് മുൻപ് സീറ്റ് റിസർവ് ചെയ്യാമായിരുന്നെങ്കിലും സ്പെയർ ബസ്സില്ലാത്തതുകൊണ്ട് റിസർവേഷൻ സൗകര്യം എടുത്തു മാറ്റേണ്ട ഒരു സാഹചര്യമാണ് ചാലക്കുടി KSRTC ഡിപ്പോയ്ക്ക് വന്നിരിക്കുന്നത്. ഈ പ്രശ്നത്തിന് എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്തി ഈ ബസ് സർവീസ് നിലനിർത്തണമെന്നാണ് ഞാനടക്കമുള്ള ഓരോ യാത്രക്കാരൻ്റെയും ആവശ്യം. പ്രിയദർശിനിയിലെ സൗജന്യ യാത്ര വേണ്ടെന്ന് വെച്ച് ലേഡി പാസഞ്ചേഴ്സ് ഈ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുന്നത് ഈ ബസ് സർവീസിനെയും ബസ്സിലെ ജീവനക്കാരുടെ പെരുമാറ്റത്തെയും അവർ എത്രമാത്രം ഇഷ്ടപ്പെടുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതിനുള്ള തെളിവാണ്. നിലവിലെ സ്പെയർ ബസ് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള റിക്വസ്റ്റ് എന്ന നിലയിൽ ഈ വീഡിയോ അധികാരികളിലേക്ക് എത്തുന്നതുവരെ കമൻറ്റും ഷെയറും ചെയ്തുകൊണ്ടേയിരിക്കുക. ചാലക്കുടി സുൽത്താൻ ബത്തേരി ഫാസ്റ്റ് പാസഞ്ചർ എന്ന മയിൽ വാഹനം ബസിൻ്റെ 2ാം ജന്മദിനാഘോഷത്തിൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.
അടുത്ത യാത്രയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.